നമ്മൾ പൊറാട്ടൻ്റെ മാവ് കഴിച്ചതാണ്. ഇതിന്മേലാണെന്ന് ഇനി പൊറാട്ട വരുത്തി കൊടുക്കാനുള്ളത്. ഇത് കഴുകി തുടച്ച് വെച്ചതാണ്. ഇപ്പം തളികളുള്ള ഉണ്ടായാലും പൊറാട്ട ചുടാൻ പറ്റും കേട്ടോ. ഈ അരിപ്പൊടി ഇട്ടാൽ എന്താ അറിയോ, മറ്റേ എണ്ണ കംപ്ലീറ്റ് പുറത്തേക്കൊണ്ട് വരും. അത് അത്രക്കൊണ്ട് പുറത്തേക്ക് വരില്ല. അപ്പോൾ നമ്മൾ പൊറാട്ട ചുടുമ്പോൾ കുറേശ്ശെ എണ്ണ തേച്ച് കൊടുത്താൽ മതി. ആ കാച്ചിരിക്കുന്ന സമയത്ത് ഇത് എന്തോ ഒരു കട്ടി പോലെ തോന്നി. അപ്പോൾ ഞാനത് വേസ്റ്റ് ആക്കണ്ടല്ലോ വിചാരിച്ച് വിനീഗർ ഒഴിച്ച് കൊടുത്തതാണ്. ഇതിപ്പോൾ പിരിഞ്ഞ് പോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് രസഗുള ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഇന്ന് രാവിലത്തെ ഓരോരോ പണികൾ തുടങ്ങുകയാണ്. അപ്പം ഇന്ന് പൊറാട്ടയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ആ പൊറാട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ട് ഉണ്ടാക്കുകയാണ്. അതേപോലെ വെള്ളം തിളപ്പിച്ച് വെക്കുകയാണ്. വലിയ കുടുക്കിയിലും ഈ രണ്ടിലും വെള്ളം തിളപ്പിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഈ 4 അടുപ്പത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നത് കാടമുട്ട കൊണ്ട്. അപ്പോൾ കാടമുട്ടയും വേവിച്ചാൽ വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പൊറാട്ടയാണ്, പക്ഷെ പരത്താനൊന്നും ഒരു സൗകര്യമില്ല. അപ്പോൾ ഞാനിന്നൊരു തളിക കൗത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ പരത്തിയെടുത്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇവിടെ മേശയൊക്കെ ഉണ്ട്, പക്ഷെ മേശ ഒരു ഫിനിഷിങ് ഇല്ലാത്തതുകൊണ്ട് ഇത് പരത്താൻ പറ്റൂല. അതാണ് പ്രശ്നം. ഇതിൽ ഉപ്പിട്ടേക്കണോ? പൊന്തിക്കണോ? കേടുണ്ടോ? ഉണ്ടാക്കാം. മറ്റീനൊന്നും കുഴപ്പമില്ലല്ലോ. കേടുണ്ടോയെന്നൊരു സംശയം, അതോ ചോദിച്ച്. ആ വെള്ളം തിളച്ചല്ലോ അല്ലേ? ചട്ടി കൊണ്ട് മാറ്റണം എനിക്ക്. ഇതിന് കൈകൊണ്ട് തന്നെ ഒരുവിധം ചൂടാക്കാം. ഇപ്പോൾ ഇത് ഒരു തളികയായിട്ട് മൂടി വെച്ചേക്ക് കേട്ടോ. നമ്മൾ പൊറാട്ടൻ്റെ മാവ് കഴിച്ചതാണ്. ഇതിന്മേലാണെന്ന് ഇനി പൊറാട്ട വരുത്തി കൊടുക്കാനുള്ളത്. അപ്പോൾ ഇത് കഴുകി തുടച്ച് വെച്ചതാണ്. ഇപ്പോൾ മാവ് 250 ഗ്രാം മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ ഞാൻ കുറേ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു മൈസൂർ പൊറാട്ട, അതേപോലെ സാധാ പൊറാട്ടൻ്റെയും റെസിപ്പികൾ. നല്ല സോഫ്റ്റ് ആയിരിക്കും. നമുക്കിത് ചെറുതായിട്ട് പരത്താൻ പറ്റുള്ളൂ, കാരണം അത്രക്കുള്ള ഇതേ ഉള്ളൂ. ആ തളികിൻ്റെ മുകളിൽ വെച്ചിട്ടല്ലേ പരത്തുന്നത്. ഓരോ ഭാഗങ്ങളായിട്ട് മാറ്റി കൊടുക്കാം. ഇതിമലൊക്കെ ഒന്ന് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഞാനേ പരത്തിക്കാണ്ട് അപ്പം ഇച്ച് നോക്കിട്ടാ എങ്ങനെ പരത്തണമെന്ന്. നമ്മൾ ഓടക്കോല് ഇത് അച്ചപ്പത്തിൻ്റെ അച്ഛൻ്റെ പുറത്താണ് കേട്ടോ. ഓടക്കോല് ഞാൻ കൊണ്ടുവന്നിരുന്നു, പക്ഷെ അത് ഭയങ്കര വണ്ണുള്ളതായിപ്പോയി. സാധാരണ യൂസ് ചെയ്യുന്ന അവിടെ ഞാൻ വെച്ചിട്ട് വേറെ അവൻ്റെ അടുത്തുള്ളതായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ ഞാൻ നാട്ടിലേക്ക് അവർ തിരിച്ചു പോയപ്പോൾ ആ സാധനങ്ങളൊക്കെ അവരുടെ അടുത്ത് അങ്ങോട്ട് തന്നെ കൊടുത്തയച്ചു. നമ്മളെ തളിക നീങ്ങി പോകാതെക്കാൻ വേണ്ടിയിട്ട് ഒരു നനഞ്ഞ തുണി ഇട്ട് കൊടുക്കുകയാണ്. എത്രത്തോളം നന്നായി വരുന്നൊന്നും അറിയില്ല. ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വിചാരിച്ചിട്ട്. ഇപ്പൊ തളികളുള്ള ഉണ്ടായാലും പൊറാട്ട ചുടാൻ പറ്റും കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഞാൻ സാധാരണ വീസി അടിക്കാതെ തന്നെ കേട്ടോ പൊറാട്ട ഉണ്ടാക്കിയെടുക്കല്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല എനിക്ക്. ഇതിപ്പോൾ നമ്മൾ 10 മിനിറ്റ് കൂടുതലായില്ലേ കുഴച്ച് വെച്ചിട്ട്.
എത്രയ്ക്ക് വെക്കും? 10-20 മിനിറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ മാവ് കുറച്ച് സമയം ഇരിക്കണം കേട്ടോ. അപ്പോൾ അപ്പോഴൊന്നും കൂടി ഇതാവുക. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പെട്ടെന്ന് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ചുടുവെള്ളം കൊണ്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമ്മൾ ഇതിവിടെ പരന്നിട്ടുണ്ട്. ഇതിൻ്റെ മേലെ നമ്മൾ സാധാരണത്തെ പോലെ തന്നെ എണ്ണ തേച്ച് കൊടുക്കാം. അത് കുറേ ഇരുന്നാലുണ്ടാവും. പിന്നെ നമ്മൾ ചെറിപ്പ് വാങ്ങിക്കൊണ്ടിരില്ല, അത് ഫ്രഷ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ഇത്ര പെട്ടെന്ന് തരൂല. ഇതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ കാരണം. അപ്പോൾ ഇതിന്മേൽ മാവ് തേച്ച് കുറച്ച് അരിപ്പൊടി എടുത്താൽ ഞാൻ എടുത്തോളം ജൈക്കൂടെ വന്നിട്ടാണ്ടേ. ഇത് അരിപ്പൊടി കുറച്ച് കൈമലാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഇതില്ലാതെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. എന്നിട്ട് ഇങ്ങനെ നിറഞ്ഞ് എടുക്കുക. അതിപ്പോൾ ആർക്കും അറിയാത്തവരുണ്ടാവില്ല, അപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ അതറിയാം. ഇനി അധികം വെറുതെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഉണ്ടാവും കൈ ഇങ്ങനെ പിടിക്കണുള്ളൂ, അമർത്തി പിടിക്കണമൊന്നുമില്ല. എന്നിട്ട് ഇതൊന്ന് തിരിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളത് ഒന്നിവിടെ റെഡി ആയിട്ടുണ്ട്. നഞ്ഞിച്ച് പരത്തിക്കോ. ഇതിൽ കുറച്ചൊരു എണ്ണ തേച്ച് കൊടുക്കാം കേട്ടോ. എണ്ണ തേച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇതിലെണ്ണയിൽ വെക്കണേ. അപ്പോൾ നമ്മൾ ആ നനഞ്ഞ തുണി ഓരോ റോളിൻ്റെ എടുക്കുമ്പോഴും അത് ശരി. ഇപ്പോൾ പിന്നെ ഞാൻ നമ്മൾ തലയിക്കെട്ട് എന്ന് പറയും, അതുണ്ടാക്കി വെച്ചത്, അതായത് റോളാക്കിയത് ഇതിൽ വെച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ റോള് കൊണ്ട് എടുത്ത് വെക്കുമ്പോഴും ഈ നനഞ്ഞ തുണി ഇതിൻ്റെ മേലെ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ ബാക്കി ഇതേപോലെ പരത്തിയെടുക്കാം. അധികം അമർത്തി പ്രസ് ചെയ്യണ്ട. എന്നാൽ ചെയ്യായും വേണ്ട. ഇതിമേലൊന്ന് എണ്ണ വെച്ച് കൊടുക്കുക. ഇത് പൊന്തിച്ചേ ആ മാവ് എടുക്കുക. അപ്പോഴെനിക്ക് പരന്ന് പോൾ പ്രസ് അധികം ഉണ്ട്, പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പരന്ന് വെക്കോളും. ഈ മാവ് നീങ്ങി പോണ്ട പെട്ടെന്ന്. ഈ ഭാഗത്തേക്കൊക്കെ നമുക്ക് മേടയില്ലാത്തതുകൊണ്ടേ ഇതിനനുസരിച്ചാണ് പരത്തിയാൽ മതി. മേടനെ നമുക്ക് ഒന്നായിട്ട് ഒറ്റ ഇതിൽ നീട്ടി പരത്താം. പിന്നെ കട്ടിയുള്ള ഭാഗത്ത് ഒന്ന് കട്ടി കുറക്കുകയൊക്കെ ചെയ്യുക. ഇതിന് നമുക്ക് പറ്റൂലല്ലോ. ഉള്ളത് വെച്ച് കണ്ട് അവിടെ ശരിയാക്കുക. ഇവിടെ അതേപോലെ വീണ്ടും ഇതാക്കി കൊടുത്താൽ. ഇപ്പോൾ ഇവിടെ കട്ടിയില്ലേ, അപ്പം ഇനി എന്ത് ചെയ്താലും ഇവിടെ കട്ടി കുറഞ്ഞേക്കണം. അപ്പം ഇങ്ങനെ മാവ് ഒന്ന് ആണ്ട് പോന്നോട്ടെ. അതുകൊണ്ടാ ഇനി കണ്ടാ ഇങ്ങനെ ആക്കി കൊടുക്കണ്ട. ഇതിപ്പോ നമ്മൾ കൊറേ നേരം പോയിച്ച് വെച്ചതുകൊണ്ടാട്ടോ അങ്ങനെ ചെയ്യാൻ പറ്റുന്നേ. അപ്പൊ തന്നെ പറ്റൂല. ഇനി അയിമേൽ ഇത് തേക്കേ. എണ്ണ നല്ലോണം തേച്ച
അറിയോ മറ്റേ എണ്ണ കംപ്ലീറ്റ് പുറത്തേക്ക് വരും. ഇത് അത്രക്കൊന്ന് പുറത്തേക്ക് വരില്ല. അപ്പോൾ നമ്മൾ പൊറാട്ട ചുടുമ്പോൾ കുറേശ്ശെ എണ്ണ തേച്ച് കൊടുത്താൽ മതി. അതിൻ്റെ ഉള്ളിൽ അത് എത്ര വട്ടം ഉണ്ടാക്കിയാലേ പടിയുള്ളൂ. ഇപ്പോൾ എനിക്ക് പിന്നെ എളുപ്പം വന്നേക്കണല്ലോ. ഞാനൊക്കെ ഓരോന്ന് രണ്ടെണ്ണം ഉണ്ടാക്കി അതാണ് പരത്തിയൊക്കെ ചുട്ട് വരുമ്പോൾ പത്തിരിൻ്റെ പോലെ. ഉണ്ടാക്കാൻ കഴിയൂലെന്ന് വിചാരിച്ച സംഗതിയാണ്. പിന്നെ ഉണ്ടാക്കിയാണ് ശരിയാവുള്ളൂ. അത് ഏത് അങ്ങനെ തന്നെ, ഏത് പണിയെടുക്കുകയാണെങ്കിലും. മടക്ക് പൊറാട്ട എനിക്ക് വേഗം ശരിയായില്ലേ? അത് ഇതിമ തന്നെ നമ്മൾ ഉണ്ടാക്കിയത്. ഓടക്കൊയിൻ്റെ ആവശ്യമില്ല. ഇനി മതി, ഇനി കൈ കൊണ്ട് ഉണ്ടാക്കിക്കോ. പിന്നെ ഇതെത്ര അറിയോ, എത്രയും കട്ടി കുറയണോ അത്രയും നമ്മളെ പൊറാട്ട നന്നാവും. ഓട്ട അയച്ചിട്ടൊന്നും കുഴപ്പമില്ല. ഇങ്ങനെ ഉണ്ടാക്കിക്കോ, അങ്ങനെ ആയിക്കോട്ടെ. എനിക്ക് അടിക്കാനറിയില്ല. നമ്മൾ ഇപ്പുറത്തെ ഉമ്മി അടിക്കൂലല്ലോ, ഉമ്മാക്കും അറിയില്ല. ഇത് വെച്ചാ നമ്മളെ ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ പൊറാട്ട തീക്കിട്ടാ. ഇന്ന് കുറേശ്ശെ എണ്ണ തടവി കൊടുക്കാം. പിന്നെ എല്ലാവർക്കും അറിയണ സംഗതി തന്നെയാണ്. ഈ ഒന്നുണ്ട് ജസ്റ്റ് വാടിയേക്ക് തന്നെ മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇത്ര എണ്ണ തേച്ച് കൊടുക്കാറുള്ളൂ കേട്ടോ. അടുത്ത് പരത്തിക്കോ. ഏതെത്താലും കുഴപ്പമൊന്നുമില്ല. ഈ പൊറാട്ടയ്ക്ക് നല്ല ടേസ്റ്റുള്ള ഒരു ഇതാണിത്, തൈരും ക്യാരറ്റും. അത് ഇന്നലെ ബിരിയാണിക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ ഉണ്ടാക്കിയതുണ്ടായിരുന്നു.
അപ്പൊ അതാണിത്. അതും നല്ല ടേസ്റ്റാണ് പൊറാട്ടയ്ക്ക്. പിന്നെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ പൊറാട്ട നല്ല ഫ്രഷ് ആയിട്ട് ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റും ഉണ്ട്. അടുത്തിട്ടില്ലേ, ആകെ ഞാൻ 2 പ്രാവശ്യം മാത്രമേ എണ്ണ തേച്ചിട്ടുള്ളൂ, കൂടുതൽ തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒന്ന് പൊറാട്ടങ്ങൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കുകൊണ്ടു. കാരണം ആര് പറഞ്ഞതല്ല, ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ട്. അതിനെപ്പറ്റി മിഞ്ഞാന്ന് പറഞ്ഞില്ല എനിക്കൊന്ന് ഉണ്ടാക്കി പഠിക്കുന്നു. അപ്പൊ മിഞ്ഞാന്നല്ല നമ്മളിത് ഉണ്ടാക്കിയതേ. അപ്പൊ ഞാൻ അപ്പൊ എന്നോട് പറഞ്ഞില്ലേ മേശപ്പുറത്തിട്ട് ഉണ്ടാക്കാൻ പറ്റൂല, എങ്ങനെ പിന്നെ ഉണ്ടാക്കുക എന്നറിയില്ല വിചാരിച്ചാ ഒന്ന് വെറുതെ ചെയ്തു നോക്കിയതാണ്. എനിക്ക് പഠിക്കാനല്ലേ, അപ്പൊ അത്ര മതിയാലോ എന്ന് വിചാരിച്ചു കണ്ട. എനിക്ക് അതിന് ആഗ്രഹം ഉണ്ട്. അപ്പൊ വെറുതെ ചെയ്തു നോക്കി. അപ്പൊ എനിക്ക് തോന്നി എന്താ പൊറാട്ട ഇപ്പൊ ഇങ്ങനെ ഉണ്ടാക്കിയാല്. ഇത് അതിലേറെ ഉപകാരമാണ്. ഞാനൊക്കെ നാട്ടിൽ ആ ടേബിൾ മേലെ ഒന്നാകെ ഇട്ട് പണിയുണ്ട് കഴിയുമ്പോഴത്തേന് ആ ടേബിൾ ഒന്നാകെ സർഫിട്ട് കഴുകി ഒരു കൂട്ടം പണി ചെയ്യുമ്പോൾ ആവലുണ്ട്. എളുപ്പമുണ്ടല്ലോ, ഈ ഒരു തളിക കൊണ്ടുപോയി കഴിക്കാൻ പോരെ. ഒരുപാട് ഉണ്ടാക്കാണ്ടാവില്ലേ. അപ്പൊ ആ ടേബിൾ ഒന്നാകെ സർഫിട്ട് കഴിക്കലല്ലേ ഞാന്. പൊറാട്ട ഉണ്ടാക്കുന്ന മെയിൻ പണിയാ മേഡം ഇതേകാരം. അപ്പൊ എത്ര എളുപ്പമുണ്ട്. അത് മാത്രമല്ല, അന്ന് ഞാൻ അധികം റിസ്ക് ഉള്ള പണിയാള് ഭക്ഷണം ഉണ്ടാക്കലൊക്കെ ഇതിന്റെ അടി കൂടെ നടക്കൂല. ഇങ്ങനെ ആവുമ്പോ നടക്കുമല്ലോ. ഇതിമ്മല അടിക്കാനും കൂടി പറ്റുമോ നോക്കണം. അതുകൂടി ആയ ഇതാക്കാം. അടുക്കടുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാ. ഇത് ഒറ്റക്ക് പരത്തി ഒറ്റക്ക് ഇതാക്കിയതല്ലേ. ആലും കൂടി വെച്ച് അടിക്കൽ ശരിയാവുമെന്ന് വിചാരിക്കണം. അയിമത്തന്നെ ചടിക്കേണ്ടി വരും. എല്ലാരും ഇവിടെ വിളിച്ച് പഠിക്കാൻ സ്ഥലമില്ലല്ലോ. ഒന്നൊറ്റക്ക് അടിക്കാൻ കഴിയൂല. അത് ഫസ്റ്റ് ഉണ്ടാക്കിയ അതാ പരത്തുന്നതാണ്. അതാണ് ഫസ്റ്റ് ഉണ്ടാക്കിയത്. ഉണ്ടാക്ക പൊള്ളക്കണോക്ക ഉണ്ടാക്ക. ഇതിപ്പോ മാവ് ഉണ്ടാക്കിയതേ നമ്മളിപ്പോ ഇതിങ്ങനെ പിന്നെ തലയിൽ കെട്ട് അറിയാം നമ്മളെ നാട്ടിൽ. ഇതിന് അതുണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഇപ്പൊ മുട്ട റോസ്റ്റിന് കൂട്ടുണ്ടാക്കണെന്ന് വിചാരിച്ചെങ്കിൽ അപ്പൊ കുറച്ചേരം കൂടി ഇരിക്കൂലേ. അപ്പൊ ഇനി നല്ല സോഫ്റ്റ് ഉണ്ടാവും. ഇതാണ്ടൊക്കെ ഇത് ആദ്യം ഇരുന്നതിനനുസരിച്ച് പൊള്ളക്കണോക്ക. സമയം കൂടുന്നതിനനുസരിച്ച്. പിന്നെ നനഞ്ഞ തുണി മേലെ ഇടണം. അതിനാണ്. പക്ഷെ ഞാൻ പെരി ചെയ്യുമ്പോ അതിനൊന്നും എനിക്ക് നേരം ഉണ്ടാവില്ല. ഞാൻ കുറച്ച് ചൈനാപ്പോട്ട് കുറച്ചു നേരം ഒന്നാണ്ട് ഇറക്കിയേക്കും. അപ്പോത്തിന് ചെറിയപ്പൊരു ചായക്ക് എന്നിട്ടുണ്ടാവും. ഓരോരുത്തർക്ക് ചുട്ടങ്ങനെ ആക്കി കൊടുക്കുക. അത്രക്ക് സമയം ഉണ്ടാവുള്ളൂ. ഇതിമേൽ ഇങ്ങനെ ആവുമ്പോ ഒരുപാട് എണ്ണ ഒന്നും തേക്കണ്ട. 2 എണ്ണ വെച്ചാൽ തന്നെ മതി. പിന്നെ ആ എണ്ണ തന്നെ ഉണ്ടാവും. അതിങ്ങനെ പതച്ച് ഈ വേണമെന്നുണ്ടെങ്കിൽ വിചാരിച്ച് ലാസ്റ്റ് നെയ്യ് ഇട്ട് കാണ്ടൊന്നാണ് ഈ ചെയ്ത് കൊടുക്കുക. അത് നമ്മളെ ഒന്നായിട്ട് ഇങ്ങനെ പോകാന്ന് വെച്ചാൽ അവിടെ മുരിഞ്ഞ് വരിക ചെയ്യുക. അതിനാണ് ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കണം. ഉള്ളു വേവും വേണം. അപ്പൊ ഒന്നായിട്ട് 2 പ്രാവശ്യം മറിച്ചാൽ വിചാരിച്ചാല് ഈ ഭാഗണ്ട് അടിഭാഗം മുരി ഉള്ളിലേക്ക് വേവും വരില്ല. അപ്പൊ പൊള്ളലും ഉണ്ടാവില്ല. അപ്പൊ കുറച്ച് അതിനാണ് ഇങ്ങനെ മറിച്ച് കൊടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് മറിച്ചത്. ഇതിലെല്ലാം നോക്കിയതല്ലേ അടിച്ചിന് ജടിച്ചോ ഞാൻ കാണിച്ചു തരാം. അപ്പൊ എങ്ങനെ അറിയോ, ഇങ്ങനെയാണ് അടിച്ചത് കണ്ടാ. അതെ, എന്നിട്ട് ഇനിയിപ്പോ 4 ചെയ്ത് 2 അങ്ങനെ ആക്കുക. എന്നിട്ട് ഒന്നുകൂടി ഇങ്ങനെ അടിച്ചേട്ടാ. അങ്ങനെ അടിച്ചു. ഇനി മറിച്ചിട്. ഇനി മറിച്ച് ഒന്നായിട്ട് മറിച്ച്. ഇനി അതിന്റെ അടിയിലാണ് 2
ഇങ്ങോട്ട് മേൽക്കാക്ക്. ഇനി ഒന്നും കൂടി അങ്ങനെ അടിച്ചാളാം. ഇപ്പോൾ പൊറോട്ട റെഡിയായി. നല്ല ഫ്രഷായിട്ട് അടുക്കും ഇതൊക്കെ വന്നിട്ടുണ്ട്. നല്ല പൊറോട്ട ആയിട്ടുണ്ട്. നമ്മളെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാല് കാച്ചെടുത്തതാണ്. ആ കാച്ചെടുക്കുന്ന സമയത്ത് ഇത് എന്തോ ഒരു കട്ടി പോലെ തോന്നി. അപ്പം ഞാനത് വേസ്റ്റ് ആക്കണ്ടല്ലോ വിചാരിച്ച് വിനീഗർ ഒഴിച്ച് കൊടുത്തതാണ്. ഇതിപ്പോൾ പിരിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് രസഗുള ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഇത് ഞാൻ ഒരു തുണിയിലേക്ക് അരിച്ച് വെക്കട്ടെ. 2-3 പ്രാവശ്യം കഴുകി എടുത്തതിൻ്റെ ശേഷം 1 മണിക്കൂർ നമുക്ക് അങ്ങനെ ഒരു പാത്രത്തിലേക്ക് തൂക്കിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പം ഞാനൊരു തുണിയിലേക്ക് ഇത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം നമുക്ക് ഒഴിവാക്കണ്ട, ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ മോര് പോലെ പുളിപ്പുണ്ടാവും. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കഴുകി എടുക്കട്ടെ. ഞാനിത് ഇതിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചിട്ടാണ് 2-3 പ്രാവശ്യം കഴുകി എടുക്കണം. അതെന്നുവെച്ചാൽ നമ്മൾ ചെറുനാരങ്ങ നീര് ഒഴിച്ചതല്ലേ, അപ്പോൾ അതിൻ്റെ പുളിപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അത് ഇങ്ങനെ ചെയ്യണത്. ഇത് കോട്ടൻ്റെ തുണിയാണ്. അപ്പോൾ നിങ്ങളടുത്ത് കോട്ടൻ്റെ തുണി ഉണ്ടെങ്കിൽ അത് തന്നെ നല്ലത്. അല്ലെങ്കിൽ തോർത്തുണ്ടിലും ചെയ്തെടുക്കാം. ഇങ്ങനെ പൊഴിഞ്ഞെടുക്കുകയാണ് വേണ്ടത്. നേർമുള്ള തുണി മതി. അപ്പോൾ നമുക്കിങ്ങനെ പൊഴിഞ്ഞെടുക്കാൻ സുഖമായിരിക്കും. തോർത്തുകൊണ്ട് ഓട്ടമുള്ളതായിരിക്കുമല്ലോ, അപ്പോൾ അതിലിങ്ങനെ ചെയ്യരുത് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ 1 മണിക്കൂർ ഇങ്ങനെ തൂക്കിയിട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇതിൻ്റെ മേലെ നല്ല വെയിറ്റുള്ള സാധനം എന്തെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് തൂക്കിയിട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ അവിടെ അതിന് മാത്രം സൗകര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ സ്റ്റാൻഡിന്മേലാണ് ഇത് കെട്ടി വെക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് സൗകര്യം വെച്ചാൽ അതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കാം. 1 മണിക്കൂർ ഇങ്ങനെ കെട്ടി വെക്കട്ടെ. അതിന് ശേഷം നല്ലോണം വെള്ളം വലിഞ്ഞതിന് ശേഷമാണ് രസഗുള ഉണ്ടാക്കുക. ഇത് 1 മണിക്കൂർ ഇങ്ങനെ നിൽക്കട്ടെ. ഇവിടെ അറിയതിന് ശേഷം പിന്നെ മുളക് ഇട്ടിട്ടോ ഉപ്പിട്ടിട്ടോ കുടിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഇതാണ് നമ്മളെ പാലിൽ നിന്ന് എടുത്ത ഇതാണിത്. ഇതുകൊണ്ട് ഞാൻ നല്ലവണ്ണം മിക്സ് ചെയ്ത് കുഴച്ചെടുക്കട്ടെ. അപ്പോൾ നല്ലോണം ഞാനൊന്ന് പുഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കെട്ടി തൂക്കി വെച്ചില്ലായിരുന്നു, അതാണ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നല്ലവണ്ണം ഒന്ന് പുഴിഞ്ഞെടുത്തതാണ്. ഇത് 1/2 ലിറ്റർ പാലിൻ്റെതാണ്. ഇതിൻ്റെ അടിയിൽ ഒരു തുണി വെച്ച് കൊടുക്കണം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ്, ഒരു പിഞ്ച് ഉപ്പ് മതി. ഒരു പിഞ്ച് അപ്പസോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് വേണം ഇത് നല്ല പദമായിട്ട് വരാൻ. എത്രയും നമ്മൾ മിക്സ് ചെയ്യണോ അത്രയും ഇത് നല്ല സോഫ്റ്റായിട്ട് വരും. ഇപ്പം ഇങ്ങനെ പരന്ന പാത്രത്തിൽ ഇട്ടുകാണ്ട് റെഡിയാക്കണം. നിങ്ങൾ ഇങ്ങനെ ഉണ്ടോ പാത്രത്തിൽ ഇങ്ങനെ തേച്ചിട്ടാണ് അത് എടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് റെഡി ആവുകയൊക്കെ ചെയ്യും. പക്ഷെ ഇത് നമ്മൾ പാല് നിന്ന് ഇതെടുക്കാനുള്ള ഒരു കുറച്ച് സമയം മാത്രമാണ് മതി. ഇനി ഇത് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റും കൂടി ആവശ്യമില്ല. ഇതിൽ നിങ്ങൾക്ക് കളർ എന്തെങ്കിലും കളറ് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അതിന് കുഴപ്പമൊന്നുമില്ല. നല്ല ഏത് കളർ വേണമെങ്കിലും ചേർക്കുക. ഏത് മോഡലിലാണ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഉരുട്ടിയെടുക്കാം.
ഞാൻ കുറേശ്ശെ ഇങ്ങനത്തെ ഒരു മോഡലിലാണ് ഉരുട്ടിയെടുക്കുന്നത്. ഇപ്പോൾ പാല് പിരിഞ്ഞ് പോവുകയാണെന്ന് വെച്ചെങ്കിലും വേസ്റ്റ് ആവാതെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ചെറിയ ഉരുളകളാണെങ്കിലും ഇത് നമ്മൾ പഞ്ചസാരയിൽ കുറച്ച് സമയം വേവിച്ചെടുക്കണം. ഇട്ട് കഴിയുമ്പോൾ തന്നെ കുറച്ചും കൂടി വലിപ്പം ഉണ്ടാവും ഇത്. അപ്പോൾ അത് എത്രയാണ് വലിപ്പം വേണ്ടത് വെച്ചാലും ഒക്കെ നിങ്ങളെ ഇഷ്ടം പോലെയാണ് ചെയ്യാനുള്ളത്. ഞാനിത് ഒരു ഇതിലേക്കുള്ള പഞ്ചസാര 1/2 ലിറ്റർക്ക് 1 ഗ്ലാസ് പഞ്ചസാര വേണം. അത് ഇതെങ്ങനെ വെച്ചാൽ മധുരം ഉള്ളതാണ്. അത്യാവശ്യം മധുരം ഇല്ലെങ്കിൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. മധുരം കുറക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറക്കണമെങ്കിൽ കുറക്കാം. പക്ഷെ ഓരോന്നിനും ഇപ്പോൾ ലഡുവിനായാലും അതിൻ്റെ ആയിട്ടുള്ള മധുരം, ജിലേബിക്ക് അതിൻ്റെ ആയിട്ടുള്ള മധുരമൊക്കെ വേണമല്ലോ. അതേപോലെ തന്നെയാണ് ഏതോ കുഞ്ഞ് ബോൾസാക്കിയിട്ട് ഇതേമാതിരി ബോൾസ് ആവാതെ പൊടിയാക്കിയിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റൂട്ടാ. അത് രസഗുള എന്ന് പറയാൻ പറ്റൂല, അതിന് വേറെന്തോ പേരുണ്ട്. ഇതിപ്പോൾ 15 ബോളുണ്ട്, 1/2 ലിറ്റർ ഉണ്ട്. അപ്പം ഇനി ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. ഇപ്പം ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് വെച്ചിട്ടുണ്ട്. മെഷറിംഗ് കപ്പിന് 1 കപ്പ് പഞ്ചസാരയും 2 ഏലക്കായാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതേ അളവിൽ തന്നെ നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നല്ല മെൽറ്റായി വരുമെന്ന് വേണ്ട, അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് നമ്മളെ രസഗുള ഇതിലേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് എസൻസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷെ അതെൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. പഞ്ചസാര ഉരുകിയിട്ടുണ്ട്, പക്ഷെ മെൽറ്റ് ആവേണ്ടൊന്നും ആവശ്യമില്ല. ഈ സമയത്ത് തന്നെ ഞാനിതിലേക്ക് ഈ രസഗുള ഇട്ട് കൊടുക്കുകയാണ്. നല്ല ഒന്ന് ചൂടായി വന്നാൽ മതി, ആ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇതിൽ തന്നെ കിടന്ന് വെന്ത് വരട്ടെ. അല്ലെങ്കിൽ ഒരു ചെറിയ മരത്തിൻ്റെ ഇതില്ലേ, പക്ഷെ അത് ഇളക്കിയതുകൊണ്ട് ഉടഞ്ഞു അല്ലേ. ഒന്ന് തീ ചുരുക്കി കൊടുത്താ സെ. അപ്പോൾ അതിൻ്റെ അടിയിൽ 6-ാം നമ്പർ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അത് ചൂടാവണുള്ളല്ലോ അല്ലേ. ഇതിൻ്റെ രസഗുള കേടായി വന്നു. അത് വെച്ചാൽ അത് ഇളക്കി കൊടുത്ത ഉടനെ തന്നെ, അതുകൊണ്ടാട്ടോ അങ്ങനെ ആയത്. പിന്നെ അപ്പസോഡ ചേർക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് 6-ാം നമ്പർ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഈ 6-ാം നമ്പർ ഉണ്ടാക്കാൻ നമ്മൾ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 2 സ്പൂൺ നെയ്യ്. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക, പച്ചവെള്ളം. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമ്മളെന്താ പറയുക, പരത്തിയിട്ട് ഇതുപോലെ ഡയമണ്ട് ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ എണ്ണ ചൂടാക്കുക. ചൂടായ എണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് തീ ചുരുക്കി കൊടുക്കുക. എന്നിട്ടിങ്ങനെ ഇതായി വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പഞ്ചസാരപ്പാൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ മധുരം വേണ്ടവർക്ക് അങ്ങനെ വെച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ ഇങ്ങനെയും കഴിക്കുക, എങ്ങനെയായാലും കുഴപ്പമില്ല. എൻ്റെ രസഗുള ആകെ കലങ്ങിപ്പോയി. നല്ല ഫ്രഷായിട്ട് കിട്ടാറുണ്ടായിരുന്നത്. സാധാരണ ഞാൻ അപ്പസോഡ ചേർക്കാറില്ല,
ഞാനിപ്പോൾ ഒരു ഇതിൽ കണ്ടതുകൊണ്ടൊന്ന് അപ്പസോടെ ചേർത്ത് നോക്കിയതാണ് എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് ആകെ കലങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ അപ്പസോടെ ചേർക്കാതെ നല്ലോണം ഇത് മിക്സ് ചെയ്തിട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഒരു ടീസ്പൂൺ പാൽപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനൊന്നിപ്പോൾ അതൊന്നും ചെയ്യാതെ ഞാനൊന്നൊരു വീഡിയോ കണ്ടിരുന്നു, ഒരു തമിഴ് വീഡിയോ ആണ്. അപ്പോൾ അത് കണ്ട് ചെയ്ത് നോക്കിയതാണ്. ഇതിൻ്റെ മുന്നേ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ നല്ല പിന്നെ കറക്റ്റായിട്ട് കിട്ടാറുണ്ടായിരുന്നു കേട്ടോ. അവരിഞ്ഞ് വേറെ എന്തെങ്കിലും ചേർത്തിരുന്നോന്നറിയില്ല. അവർ ഡെയ്മൈ ലൈഫ് വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൽ കംപ്ലീറ്റ് ഉണ്ടായിരുന്ന എന്തോന്ന് അറിയില്ല. അപ്പോൾ അതൊന്ന് കണ്ടൊന്ന് ചെയ്ത് നോക്കിയതാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.